എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എഗ്ലെസ് സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. സാധാരണ ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് കേക്ക് തയ്യാറാക്കുന്നത്. എഗ്ഗ് വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ടെക്സ്ചറിൽ കേക്ക് കിട്ടുക. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസിസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. 240 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടികൾ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കാം. ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. ഞാൻ ആദ്യമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 നുള്ളുപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, കാരണം നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് മുട്ടയുടെ ചുവയൊന്നും വരില്ല. അതുകൊണ്ട് വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പഞ്ചസാര നന്നായിട്ട് അലിയണം. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയം ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ട. നമ്മുടെ ഈ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തടിത്തവിയോ മതിയാകും ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഓയിലെന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി പൊടി ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുന്നത് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അരിപ്പയിലൂടെ അരിക്കുമ്പോൾ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു കേക്കിന് പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ആദ്യം 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കപ്പ് തൈര് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തൈരും ബാക്കി 1/2 കപ്പ് പാലും എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാൽപ്പൊടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കുന്ന ഒരുപാട് കേക്ക് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെ, അതായത് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് ആയിട്ടുള്ള കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ മാത്രം ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അതുപോലെ നമ്മളിത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടുക. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്ത കാരണം കുറച്ച് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരിക്കും നമ്മളിത് ബേക്കായി വരുമ്പോൾ. അതുപോലെ തന്നെ കുറച്ചുകൂടെ സമയം എടുത്തിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. 180 ഡിഗ്രിയിൽ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഓവനാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു കേക്ക് ടീൻ വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ടീൻ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ബേക്ക് ചെയ്യുന്നത് OTG ഓവനാണെങ്കിൽ 2 കോയിലും ഹീറ്റാക്കിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. കൺവെക്ഷൻ മോഡിലാണെങ്കിൽ നിങ്ങൾ സാധാരണ കൺവെക്ഷൻ മോഡ് എടുക്കുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാം. എനിക്കിവിടെ ഒരു 40 മിനിറ്റ് എടുത്തു ഇത് ബേക്കായി കിട്ടാനായിട്ട്. ഇതുപോലെ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ സൈഡൊന്നൊരു നൈഫ് വെച്ചിട്ടൊന്ന് വിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ഇരിക്കുക. അപ്പം നമ്മൾ നല്ലതായിട്ട് തണുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഏത് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും എടുക്കാവുന്നതാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട് എടുക്കാം, അതുപോലെ ബട്ടർ സ്കോച്ച് കേക്കിനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് നാളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു.
അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചൂടോട് കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് എടുക്കുക. നല്ല സ്പോഞ്ചായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. യാതൊരു ടേസ്റ്റ് വ്യത്യാസമില്ല. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മോയിസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നമ്മൾ എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു കേക്കിൻ്റെ ടെക്സ്ചറല്ല, കുറച്ചുകൂടി ഒരു മോയിസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്